ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അപ്പൂസ് കിച്ചൺ. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. കോവിഡ് പഴയതിനേക്കാൾ ശക്തമായി തിരിച്ചു വന്ന് കേരളക്കരെ ആകെ പിടിമുറുക്കിയതിൻ്റെ ആയാസത്തിലൂടെയാണ് നമ്മളെല്ലാവരും കടന്നു പോകുന്നത്. സ്കൂളുകളൊക്കെ ഭാഗികമായി അടച്ചു കഴിഞ്ഞു. സാഹചര്യം ഇത്രയേറെ വഷളാകുന്നതിൻ്റെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പുള്ള കുറച്ച് വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അപ്പൂസ് കിച്ചൺ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നിങ്ങൾ നൽകുന്ന സപ്പോർട്ടിന് ഒത്തിരി നന്ദിയുണ്ട്. ഇനി നമുക്ക് വിശേഷങ്ങളിലേക്ക് കടക്കാം. ഇന്നത്തെ ദിവസം ചായയും ബ്രെഡും ആയിട്ടാണ് തുടക്കം. ഗ്യാസ് സിലിണ്ടർ കണക്ട് ചെയ്യാനുണ്ട്. അതിനായിട്ട് ഞാൻ മാസിനോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ബ്രെഡിലേക്ക് ഒതുക്കിയത്. അപ്പോൾ ഇന്നൊരു ഞായറാഴ്ച ദിവസമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ കുട്ടികളോടൊക്കെ ഫ്രിഡ്ജ് വൃത്തിയാക്കേണ്ട കാര്യം പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ചാനൽ കാണുന്നവർക്കറിയാം, ഞാൻ മിക്കപ്പോഴും കുട്ടികളോടാണ് റെഫ്രിജറേറ്റർ ക്ലീനിങ്ങിൻ്റെ കാര്യമൊക്കെ ഏൽപ്പിക്കാറ്. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, മക്കളൊക്കെ വലിയ ഇൻട്രസ്റ്റോടെയാണോ ഈ ജോലികളൊക്കെ ചെയ്യുന്നതെന്ന്. സത്യം പറഞ്ഞാൽ എല്ലാ കുട്ടികളും കുറേയൊക്കെ മടിയന്മാരായിരിക്കും. അവരെ നമ്മൾ ട്രാക്കിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. കുട്ടികൾ ഒരിക്കലും നമ്മൾ പറയുമ്പോൾ പെട്ടെന്ന് തന്നെ അതിന് റെഡി ആയിട്ട് വരുകയും ചെയ്യില്ല. അപ്പോൾ ഞാൻ എൻ്റെ മക്കളെ കുറേ നാളത്തെ ട്രെയിനിങ് കൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അവർക്കിപ്പോൾ കൃത്യമായിട്ട് ബോധ്യമുണ്ട്, ഇന്ന കാര്യങ്ങൾ അവരുടെ ഉത്തരവാദിത്തമാണ്, അവരാണ് ഇതൊക്കെ ചെയ്യേണ്ടതെന്ന്. നമ്മളെപ്പോഴും കുട്ടികളെ ജോലി ഏൽപ്പിക്കുമ്പോൾ എല്ലാ ജോലികളും ഒരാളെ തന്നെ ഏൽപ്പിക്കാതെ, അല്ലെങ്കിൽ എല്ലാ ജോലികളും എപ്പോഴും നൽകാതെ നമുക്കത് ഡിവൈഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കുട്ടികൾക്ക്. എപ്പോഴും ഫ്രിഡ്ജ് ക്ലീനിങ് മർവാനും ജാസ്മിനും ആയിരുന്നു. ഇത്തവണ ഞാനത് മർവാനും അപ്പൂനും ആയിട്ട് ചുരുക്കിയിട്ടുണ്ട്. ജാസ്മിന് വേറൊരു ജോലി കൊടുത്തു. അപ്പോൾ ഇന്നത്തെ ക്ലീനിങ്ങിൽ എന്നെ ഹെൽപ്പ് ചെയ്യുന്നത് അപ്പൂസാണ്. സാധാരണ മക്കളെ കൊണ്ട് മാത്രമല്ല കേട്ടോ ഞാനിത് ചെയ്യിക്കാറ്. ഫ്രിഡ്ജൊക്കെ നമ്മൾ നന്നായി ഹൈജീനൊക്കെ നോക്കിയിട്ട് ചെയ്യേണ്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു മേൽനോട്ടം, നമ്മുടെ മേൽനോട്ടം എപ്പോഴും കൂടെ ഉണ്ടായിരിക്കണം. ഫ്രിഡ്ജ് ക്ലീനിങ്ങോ അല്ലെങ്കിൽ കിച്ചൺ ക്ലീനിങ്ങോ എന്ത് ചെയ്യുമ്പോഴും നമ്മൾ ആദ്യം സിങ്ക് ഒന്ന് വൃത്തിയാക്കി ഇടണം. നമ്മൾ ഏത് ക്ലീൻ ചെയ്യേണ്ട ഡിഷാണെങ്കിലും ആക്സസറീസ് ആണെങ്കിലും ഒക്കെ നമ്മൾ സിങ്കിലാണ് കൊണ്ടുവന്നിട്ട് വെക്കുന്നത്. അപ്പോൾ സിങ്ക് ആകെ മൊത്തം ഡള്ളായിട്ട് കാണുമ്പോൾ നമുക്ക് ജോലി ചെയ്യാനുള്ള ഇൻട്രസ്റ്റൊക്കെ കുറയും. അതുകൊണ്ട് തന്നെ ആദ്യം സിങ്ക് നന്നായി കഴുകിയിട്ടു. എന്നിട്ട് റെഫ്രിജറേറ്ററിൻ്റെ ഓരോ ഭാഗങ്ങളായി ഞാൻ എടുത്തുകൊണ്ട് വന്ന് വെച്ച് കഴുകി ഉണക്കി വെക്കുന്നുണ്ട്. ഡബിൾ സിങ്ക് ആയതുകൊണ്ട് തന്നെ എനിക്ക് ഒരു സിങ്കിൽ കഴുകി മറ്റേ സിങ്കിൽ വെച്ചിട്ട് ഡ്രെയിൻ ചെയ്തെടുക്കാൻ പറ്റുന്നതുകൊണ്ട് വലിയ ഉപകാരമാണ് കേട്ടോ. മുമ്പൊക്കെ ഞാനിത് മുറ്റത്ത് കൊണ്ടുപോയിട്ട് അടുക്കള വശത്തെ ടാപ്പിന് അടിയിൽ വെച്ചിട്ട് കഴുകിയിട്ടാണ് ഉണക്കിയെടുക്കാറ്. ഇപ്പോൾ ഞാനിതൊന്ന് ഡ്രെയിൻ ചെയ്തെടുത്ത് ഉണങ്ങിയ തുണി വെച്ച് തുടച്ചിട്ട് പെട്ടെന്ന് തന്നെ ഫ്രിഡ്ജിലേക്ക് വെക്കാറാണ്. പുറത്തൊന്നും കൊണ്ടുപോയി വെയിലത്തൊന്നും ഇട്ട് ഉണക്കാൻ നിൽക്കാറില്ല കേട്ടോ. അപ്പോൾ ഫ്രിഡ്ജിൻ്റെ അകം നന്നായിട്ട് ഡിഷ് വാഷ് ലിക്വിഡ് അല്ലെങ്കിൽ സോപ്പ് വെള്ളം എന്തെങ്കിലുമൊക്കെ ഒഴിച്ചിട്ട് കുറച്ച് നേരം വെക്കുക. പിന്നെ നമ്മൾ ഒരു സ്പോഞ്ച് ഉപയോഗിച്ചിട്ടോ കോട്ടൺ തുണി ഉപയോഗിച്ചിട്ടോ തുടച്ചെടുത്താൽ ഫ്രിഡ്ജ് എളുപ്പത്തിൽ വൃത്തിയായി കിട്ടും. ഞാനിത് അപ്പൂസിനെ കൊണ്ട് ചെയ്യിക്കുന്നുണ്ട്. അപ്പൂന് ഇത് വലിയ ഇഷ്ടമുള്ള കാര്യമായതുകൊണ്ട് തന്നെ കുറേ നേരം ഈ സോപ്പൊക്കെ വെച്ച് കടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ അവളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യിക്കുന്നുണ്ട്. നേരത്തെ ഞാൻ കഴുകി തുടച്ച് വെച്ചിരിക്കുന്ന ആക്സസറീസൊക്കെ ഫിക്സ് ചെയ്യാനുള്ള പണി മാത്രമേ മർവാനുള്ളൂ. ഇത്തവണ അവരുടെ ജോലി ഭാരം എന്ന് വെച്ചാൽ മർവാൻ്റെയും ജാസ്മിൻ്റെയും ജോലി കുറേയൊക്കെ കുറഞ്ഞിട്ടുണ്ട്. കാരണം ഞാനും അപ്പൂസും കൂടിയാണ് കുറേ അധികം കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവർക്ക് ഈ ഫ്രിഡ്ജ് ക്ലീനിങ് ഒരു ബാധ്യതയായിട്ട് തോന്നില്ല. അടുത്ത പ്രാവശ്യം അവരുടെ ജോലിയാണെന്ന ബോധത്തോടെ അവരത് ചെയ്തോളൂ കേട്ടോ. ഇങ്ങനെ നമുക്ക് കുട്ടികളെ ട്രാക്കിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഇനിയിപ്പോൾ സൺഡേ ആണല്ലോ, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ സൺഡേക്ക് എപ്പോഴും മക്കൾക്ക് എന്തെങ്കിലുമൊക്കെ ട്രീറ്റ് ഞാൻ കൊടുക്കാറുണ്ട്. അതിൻ്റെ ഭാഗമായി ഇന്ന് ബ്രൗണിയാണ് ഉണ്ടാക്കിയത്. മക്കൾക്കൊക്കെ ഇത് വലിയ ഇഷ്ടമാണ്. ഞാൻ ഇടയ്ക്കിടെ ഉണ്ടാക്കി കൊടുക്കാറുള്ളതുമാണ്. ഡാർക്ക് ചോക്ലേറ്റും ബട്ടറും മെൽറ്റ് ചെയ്തെടുത്തതിലേക്ക് ബാറ്റർ തയ്യാറാക്കി വെച്ച് രണ്ടും കൂടി മിക്സ് ചെയ്ത് ഒരു ടിന്നിൽ വെച്ച് ബേക്ക് ചെയ്തെടുത്താൽ നമ്മുടെ ബ്രൗണി റെഡിയായി. ഇതിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് കമൻറ്റിലൂടെ ചോദിക്കാം കേട്ടോ. ഞാനിടുന്ന വീഡിയോസിൽ അത് ഉൾപ്പെടുത്താൻ ശ്രമിക്കാം. ഇത്തവണ ഞാൻ ബ്രൗണി ബേക്ക് ചെയ്തെടുത്തത് ഒരു വലിയ പാത്രം അടുപ്പത്ത് വെച്ചിട്ട് നമ്മുടെ ബേക്കിംഗ് ടിന്ന് അതിലേക്ക് ഇറക്കി വെച്ചിട്ടാണ്. 20 മിനിറ്റ് നേരം കൊണ്ട് തന്നെ ഇത് ബേക്ക് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ. ബ്രൗണിയൊക്കെ നന്നായി വന്നിട്ടുണ്ട്. ആ ഒരു സമയത്ത് ഹസ്ബൻഡ് പുറത്തു പോയിട്ട് കുറച്ച് സ്ട്രോബെറീസൊക്കെ വാങ്ങിച്ചു കൊണ്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടികൾ സ്ട്രോബെറീസൊക്കെ വെച്ച് അലങ്കരിച്ചിട്ടാണ് ബ്രൗണി കഴിച്ചത്.
അങ്ങനെയുണ്ട്. എൻ്റെ കുടുംബത്തിലൊരു കല്യാണമുണ്ട്. അപ്പോൾ കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങേണ്ട തിരക്കിലാണ് അപ്പൂസും ഞാനും. അപ്പോൾ പെട്ടെന്ന് തന്നെ ജോലികളൊക്കെ തീർത്ത് വെച്ച് കല്യാണത്തിന് റെഡി ആയിട്ടുണ്ട്. ഹസ്ബൻഡും മർവാനൊക്കെ നേരത്തെ പോയി. അപ്പോൾ അതിന് ശേഷമാണ് ഞാനും അപ്പൂസും പോകുന്നത്. ഞാൻ പോകുന്നത് അനിയത്തിമാരുടെ കൂടെയാണ്. നേരെ വീട്ടിൽ ചെന്ന് എൻ്റെ കുഞ്ഞനിയത്തിയെ കൂട്ടിയിട്ടുണ്ട്. പിന്നെ ഞങ്ങളെല്ലാവരും കല്യാണത്തിന് ചെന്നു. നമ്മുടെ ബന്ധുക്കളെയും പരിചയക്കാരെയൊക്കെ കാണാനും സംസാരിക്കാനും കിട്ടുന്ന അവസരങ്ങളാണ് കല്യാണങ്ങൾ, അല്ലേ? അതുകൊണ്ട് തന്നെ കല്യാണം കൂടുക എന്നത് എനിക്ക് ഏറെ ഇഷ്ടമുള്ള കാര്യമാണ്. അങ്ങനെ കല്യാണ വീട്ടിൽ ചെന്ന് മണിയറ കാണലും ഫുഡടിയും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങളുടെ വല്യമ്മ താമസിച്ചിരുന്ന തറവാടാണ് കേട്ടോ. ഈ തറവാട് എൻ്റെ വല്യമ്മാൻ്റെ ഇളയ മകളാണ് ഇവിടെ താമസിച്ചിരുന്നത്. അവർ ഞങ്ങളെ വിട്ടുപോയി. അവരുടെ ഇളയ മകളാണ് ഈ വീട്ടിൽ താമസിച്ചുകൊണ്ടിരുന്നത്. ചാലുമാമ എന്നാണ് കേട്ടോ എൻ്റെ വല്യമ്മാനെ ഞാൻ വിളിക്കാറുണ്ടായത്. അപ്പോൾ അവരുടെ ഇളയ മകളായ റാബിയളാമാൻ്റെ വീടാണിത്. ഈ വീട് പുതുക്കിപ്പണിയലിൻ്റെ ഭാഗമായി അടുത്ത് തന്നെ പൊളിച്ചു മാറ്റുമെന്ന് അറിയുന്നത് കൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ ഓർമ്മക്കായിട്ട് കുറച്ച് വീഡിയോസ് എടുത്തു വെക്കാമെന്ന് കരുതി. മുഴുവനായി എടുത്തില്ല കേട്ടോ, ഞാനൊന്ന് ജസ്റ്റ് അതിൻ്റെ അകത്ത് താഴെ മാത്രം ഒന്ന് കയറിയതേ ഉള്ളൂ. ഒരു വലിയ കുടുംബം ഒരുമിച്ച് ജീവിച്ചതിൻ്റെ ഒട്ടനേകം ഓർമ്മകൾ തളം കെട്ടി കിടക്കുന്ന അകത്തളങ്ങളാണിത്. എന്തൊക്കെ കഥകളായിരിക്കും ഈ വീടിന് പറയാനുണ്ടാവുക, അല്ലേ? എത്ര ജീവനുകളാണ് ഇതിനുള്ളിൽ വസിച്ചിരുന്നത്. ഈ വീടിനെ കുറേയേറെ സ്നേഹിച്ചതും ഈ വീട് സ്നേഹിച്ചതുമായ എത്ര ആൾക്കാർ ഇവിടുന്ന് പൊലിഞ്ഞു പോയിട്ടുണ്ടാവും. ഞങ്ങളുടെ തറവാട്ടിലേക്ക് കേരളത്തിന് പുറത്തു നിന്നും 2 അമ്മായിമാരുണ്ട് കേട്ടോ. ഒരാൾ പ്രശസ്ത മാപ്പിളപ്പാട്ടുകാരൻ ആബിദ് കണ്ണൂരിൻ്റെ വൈഫ് ഫാരിഷയാണ്. അവർ ലക്ഷദ്വീപ് സ്വദേശിനിയാണ്. പിന്നെ ഞങ്ങളുടെ വലിയ കാരണവരുടെ ഭാര്യ സുരയമ്മായി, അവർ ബാംഗ്ലൂർകാരിയാണ്. ഇവരൊക്കെ ഞങ്ങളുടെ തറവാട്ടിലേക്ക് വന്ന് ഞങ്ങളുടെ നാടായ മാട്ടൂരിൻ്റെ തന്നെ ഭാഗമായി മാറിയവരാണ്. അപ്പോൾ ആബിദിൻ്റെ നേതൃത്വത്തിൽ ഒന്നാന്തരം പാട്ടുകൾ ഇങ്ങനെ ഒഴുകുന്നുണ്ട്. ഫാരിഷയാണ് ഏറ്റവും നന്നായിട്ട് അത് ആസ്വദിച്ചിരിക്കുന്നത് കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ മൊഞ്ചത്തി അമ്മായിയാണ് ഞങ്ങളുടെ നാടായ മാട്ടൂരിൻ്റെ ഇപ്പോഴത്തെ പഞ്ചായത്ത് പ്രസിഡൻറ്റ്. അപ്പോൾ ഞങ്ങൾ കുടുംബക്കാരൊക്കെ ചേർന്ന് കൊച്ചുവർത്താനം പറഞ്ഞിരിക്കുമ്പോഴേക്കും കല്യാണപ്പെണ്ണിനെ കൊണ്ടുപോകാനായി ചെറുക്കൻ്റെ വീട്ടിൽ നിന്ന് ആൾക്കാരെത്തിയിട്ടുണ്ട്. അവർ കൊണ്ടുവരുന്ന ഡ്രസ്സൊക്കെ അണിയിച്ചൊരുക്കാൻ വേണ്ടിയിട്ട് പുതിനാരിയെ കൊണ്ടുപോയിട്ടുണ്ട്. ഇനി ഞങ്ങൾ പെൺവീട്ടുകാർ പുതിയാപ്പിളയുടെ വീട്ടിലേക്ക് പോകുന്ന ചടങ്ങാണ്. അതിനായി തയ്യാറാക്കിയ ബസ്സിലേക്ക് എല്ലാവരും തിരക്കിട്ട് നടക്കുകയാണ്. കല്യാണ ബസ്സിലൊക്കെ കയറിയിട്ട് 1.5 വർഷമായിട്ടുണ്ട്. കുട്ടികളൊക്കെ അതിൻ്റെ ഹാപ്പിനെസ്സിലാണ്. ഹാപ്പിനെസ് ഇൻ ദ അറ്റ്മോസ്റ്റ് ലെവൽ എന്ന് പറയാം. അപ്പൂസൊക്കെ ബാപ്പാൻ്റെ കൂടെ വീട്ടിലേക്ക് മടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഹസ്ബൻഡും മക്കളൊക്കെ കൂടിയിട്ട് ബീച്ചിലേക്ക് പോയിട്ടുണ്ട്. അവർ പയ്യാമ്പലം ബീച്ചിൽ നിന്ന് നല്ല കിടിലൻ ചായയും ബജ്ജി മുളകും ഒക്കെ കഴിച്ച്
എന്നെ വീഡിയോ ഇട്ട് കൊതിപ്പിക്കുന്നുണ്ട്. ഞങ്ങൾ വരൻ്റെ വീട്ടിലെത്തുമ്പോഴേക്കും സന്ധ്യയായി. അവിടെ വധുവും വരനും കേക്കൊക്കെ മുറിച്ചു. പിന്നെ ഞങ്ങൾ അവിടുന്ന് ആ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. നേരം നന്നായി വൈകിയതുകൊണ്ട് തന്നെ രാത്രിയത്തെ ഫുഡൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല. ഹസ്ബൻഡ് അന്ന് തട്ടുകടയിലെ ഫുഡൊക്കെ വാങ്ങിച്ച് കൊണ്ടുവരാനുണ്ടായത്. അപ്പോൾ ഒരു നല്ല ദിവസത്തിൻ്റെ ഓർമ്മയായി ഈ വ്ളോഗ് ഇവിടെ കിടക്കട്ടെ എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വ്ളോഗ് ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ എല്ലാവർക്കും പതിവ് പോലെ അപ്പൂസ് കിച്ചൻ്റെ ആശംസകൾ. താങ്ക് യു സോ മച്ച്.